നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എന്നെ കാണുമ്പോ നീ എന്തിനാ മാറി നടക്കുന്നത്? ഒന്നുമില്ലേ, വിടുങ്ക സാർ. ശരവണ, നീ ചിലതൊക്കെ കണ്ടൂന്ന് എനിക്കറിയാം. കണ്ണടയ്ക്കാൻ ശ്രമിക്കുമ്പോൾ നീ ഏതോ ഒരു സ്ഥലത്ത് അകപ്പെട്ടതുപോലെ, ശ്വാസത്തിന് വേണ്ടി പടയുന്നത് പോലെ എന്നെ വിളിച്ച് ഉറക്കെ കരയുന്നുണ്ട്. ഈ ബന്ധത്തിൽ നീ കടിച്ചു തൂങ്ങി കിടക്കുകയാണെന്ന് അച്ഛനറിയാം. പക്ഷേ അതിനുവേണ്ടി നീ നിന്റെ ജീവിതം കളയരുത്. ഇത് അവസാനിപ്പിക്കണമെന്ന് നിനക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അച്ഛൻ നിന്നോട് നിൽക്കാം. കഴിച്ചില്ലേ? എനിക്ക് വേണ്ടമ്മേ, വിശപ്പില്ല. എത്ര നേരമായി ഇങ്ങനെ കഴിക്കാതിരിക്കാൻ തുടങ്ങിയിട്ട്? നമുക്കാർക്കും മരണം ഒഴിവാക്കാൻ പറ്റില്ലല്ലോ കുട്ടി. നമുക്കും പോകേണ്ട ഒരു സമയമുണ്ട്. അന്ന് നമ്മുടെ യാത്രയും ചുറ്റുമുള്ളവരെ വേദനിപ്പിക്കും. അച്ഛന്റെ ആത്മാവ് നീ പട്ടിണി കിടക്കുന്നതും സങ്കടപ്പെടുന്നതും സഹിക്കില്ല. അച്ഛനെ ഓർത്ത് കുറച്ച് കഴിക്ക്. ഞാൻ പിന്നെ കഴിച്ചോളാമേ. തലയ്ക്കകത്ത് എന്തൊരു മൂളല് പോലെ, ഒരു സ്വസ്ഥതയും കിട്ടുന്നില്ല. ആന്റി. ആ സാറ, മോളൊന്നും കഴിക്കുന്നില്ല സാറ. മനസ്സിനൊരല്പം സ്വസ്ഥത ഉണ്ടാക്കാനും പറ്റുന്നില്ല. ഇതിനകത്ത് തന്നെ ഇരിക്കുമ്പോ നിത്യയുടെ ചിന്തകളിൽ ഒരു മാറ്റവും വരില്ല. ഞാൻ നിത്യം കൊണ്ടത് പുറത്തു പോട്ടെ ആന്റി. വേണ്ട, നമുക്ക് എവിടെയെങ്കിലും പോയി കുറച്ചു നേരം ഇരിക്കാം. നല്ല കാര്യമാണ് മോളെ. ഇവിടെ ഇരുന്ന ഓരോ വാക്കിലും ഓരോ ചിന്തയിലും നീ കരഞ്ഞുകൊണ്ടേയിരിക്കും. പുറത്താവുമ്പോ മറ്റുള്ളവരെ കാണാതിരിക്കാനെങ്കിലും നീ കരച്ചിൽ നിർത്തും. നിത്യ, നമുക്ക് പോവാടോ. മോളെ, എഴുന്നേറ്റ് പോയി റെഡി ആയിക്കേ. വാ. സാറ, അവൾ ആകെ തകർന്നു നിൽക്ക്. അവളെ നോക്കിക്കോണം. പേടിക്കണ്ട ആന്റി, എങ്ങനെയെങ്കിലും അവളെ മാറ്റിയെടുക്കാൻ ഞാൻ ശ്രമിക്കാം. പിന്നെ ഞങ്ങൾ പോകുന്നിടത്ത് ജീവൻ വരാതെ ആന്റി നോക്കിയാൽ മതി. സാഹചര്യവും സന്ദർഭമൊന്നും ജീവന് പ്രശ്നമല്ലല്ലോ. അവൻ വരില്ല. നിങ്ങൾ പൊയ്ക്കോളൂ.
എന്നെ കാണുമ്പോ നീ എന്തിനാടാ മാറി നടക്കുന്നത്? ഒന്നുമില്ലേ, വിടുങ്ക സാർ. ശരവണ, നീ ചിലതൊക്കെ കണ്ടൂന്ന് എനിക്കറിയാം. അതാണ് നിന്റെ ഈ ഭാവമാറ്റത്തിന് കാരണം. ദാ, അന്ന് മുതൽ നിന്നെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. നിനക്കെന്താണ് എന്നോട് പ്രതിഷേധാണോ? മനസ്സിൽ വൈരാഗ്യം ഉണ്ടോടാ? അതോ മനസ്സിൽ പകയാണോ? പറയണം. സാർ, நான் ஒரு ஏழை சார். என்னோட உடம்புல ஓடுன சுவாரம் முழுவன் இந்த வீட்டுக்காரோட பிச்சை. என்னால முடியாது சார். நீங்க இவ்வளவு குடும்பம் பண்ணிட்டு അതെന്നാലും മറച്ചു വെക്കാൻ മുടിയാതെ സാർ. അതായത് മനസ്സിലെ ഭാരം മാറാൻ നിനക്ക് ആരോടെങ്കിലും കണ്ടതൊക്കെ പറയണമല്ലേ? അല്ലടാ, ആരോടാണ് നീ പറയാൻ പോകുന്നേ? നിത്യയോടോ, അമ്മയോടോ, അതോ അച്ഛനോടോ? പറയണം. എന്നെ പിടിച്ച് ചിത്രപഥം പണ്ണാതിങ്ക സാർ. ശരവണ, കണ്ട കാഴ്ചകളൊക്കെ വേണമെങ്കിൽ നിനക്ക് മറക്കാം. ഇനി അതല്ല, അതൊക്കെ മനസ്സിൽ കൂട്ടിക്കൂട്ടി വെച്ച് ഏതെങ്കിലും ഒരാളോട് വാ തുറക്കണമെന്ന് നിനക്ക് തോന്നിയ നീ ആരോടാണോ വാ തുറക്കുന്നത് അവരെയായിരിക്കും ഞാൻ ആദ്യമേ കൊല്ലുന്നേ. അയ്യ, ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.